തിരുവനന്തപുരം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീവരാകം എന്ന സ്ഥലത്താണ്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് തെക്ക് വശത്തായാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് വരാഹമൂർത്തി ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം. മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം. വിഷ്ണു പുരാണം, മഹാഭാരതം, വരാഹപുരാണം തുടങ്ങി പ്രാചീന ഗ്രന്ഥങ്ങളിൽ വരാഹത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നു. ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ തേറ്റന്മേൽ പൊങ്ങിച്ച ഭഗവാനാണ് വരാഹം. ഭൂമി ലാഭത്തിനും വ്യവസായ പുരോഗതിക്കും വരാഹമൂർത്തി ഭജനം ഉത്തമമായി വിശ്വാസികൾ കരുതുന്നു. പ്രസിദ്ധമായ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടും ഭൂമി പൂജയാണ്. ഭൂമിയോ വസ്തുവോ വീടോ എന്തെങ്കിലും വിൽക്കാൻ തടസ്സമായി കിടന്നാൽ ഈ അമ്പലത്തിൽ വന്ന് സർവേ നമ്പരും ആ ആളിൻ്റെ ഭൂമിയുടെ അവകാശിയുടെ പേരും കൊടുത്ത് ഇവിടെ ഒരു പൂജയുണ്ട്. രസീപ്റ്റ് എഴുതി അകത്ത് കൊടുത്താൽ ആ പൂജയുണ്ട്. ആ പൂജ ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം കൊണ്ട് ആ വീടിൻ്റെ കാമ്പൗണ്ടിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ നിശ്ചയമായും ഉടൻ തന്നെ ആ വസ്തു വിൽക്കുന്നതാണ്. ഇതൊരു സ്വയംഭൂ ക്ഷേത്രമാണ്. വരാഹം ഭൂമിയെ ഉയർത്തുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ. ഭൂമിയെ എല്ലായ്പ്പോഴും മൂലാധാരമായി ആണ് പറയുക. അതായത് ഒരു സാധകൻ്റെ ആദ്യ പടി സ്വന്തം സ്വത്വശുദ്ധിയെ ചളിയിൽ നിന്ന് ഉയർത്തുക എന്നത് തന്നെ. പഞ്ചചുരുളി, പത്നിമുഖി, വർത്താളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഭഗവതി വരാഹ ഭഗവാന്റെ ശക്തിയാണ്. സപ്തമഹാത്മത്തിൽ അഞ്ചാമത്തെ ദേവിയാണ് വരാഹി. പഞ്ചമിയാണ് പ്രധാന ദിവസം. ദേവി പുരാണങ്ങൾ പ്രകാരം വരാഹി ദേവിയാണ് വരാഹമൂർത്തിയായി അവതരിച്ചത്. വരാഹമൂർത്തി ദേവൻ്റെ ഐതിഹ്യം പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു ജയനും വിജയനും. ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി ബ്രഹ്മപുത്രന്മാരും വലിയ വിഷ്ണുഭക്തന്മാരുമായ സനകാദികൾ എന്നറിയപ്പെടുന്ന ബാലന്മാരായ 4 സന്യാസിമാർ വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ ജയവിജയന്മാർ ഇവരെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ അനാദരിച്ചു. ഇതിൽ കോപം വന്ന സനകാദികൾ ഉടൻ തന്നെ അവരിരുവരെയും ദാനവന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. അവർ തങ്ങൾ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ക്ഷമ ചോദിക്കുകയും ശാപമോക്ഷം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ക്രോധമടങ്ങിയ സനകാദികൾ അവർക്ക് ശാപമോക്ഷം നൽകി ഇങ്ങനെ പറഞ്ഞു: അടുത്ത മുജ്ജന്മം അസുരന്മാരായി ജനിച്ച് ആ 3 ജന്മത്തിലും മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ നിഗ്രഹിക്കപ്പെട്ട് അതുവഴി ശാപമോക്ഷം ലഭിക്കട്ടെ. അങ്ങനെ ശാപത്തിൻ്റെ ഫലമായി അവർ കാര്യപ്രജാപതിയുടെയും അസുരമാതാവ് ദിതിയുടെയും പുത്രന്മാരായി ജനിച്ചു. അവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അങ്ങനെ അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ലോകപീഠ ചെയ്തു നൽകാൻ തുടങ്ങി. ഒരിക്കൽ ഹിരണ്യാക്ഷകൻ സമുദ്രത്തിലിറങ്ങി ഗദ കൊണ്ട് തിരമാലകളെ താണ്ഡനം ചെയ്തുകൊണ്ടിരുന്നു. ഭയചകിതനായ വരുണദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും മഹാവിഷ്ണു വരാഹവേഷം കൈക്കൊണ്ട് സമുദ്രഭാഗത്തെത്തി. മഹാവിഷ്ണുവിനെ കണ്ട നേരം ഹിരണ്യാക്ഷകൻ ഭൂലോകത്തെ കയ്യിലേന്തി പാതാളത്തിലേക്ക് പലായനം ചെയ്തുവെന്നും വരാഹവേഷം പൂണ്ട് മഹാവിഷ്ണു അവിടെ ചെന്ന് ഹിരണ്യാക്ഷകനെ തൻ്റെ തെറ്റുകൾ കൊണ്ട് വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തു എന്നുമാണ് ഐതിഹ്യം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ആദിപരാശക്തിയാണ് വരാഹി. വരാഹിയെ ഉപാസിച്ചാൽ മനസ്സമാധാനവും ശത്രുനാശവുമാണ് ഫലം.
ഈ അമ്പലത്തിൽ വന്ന് പൂജ ചെയ്താൽ, അതായത് ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഭൂമി വിൽക്കണമെങ്കിൽ ഭൂമിയുടെ സർവേ നമ്പരും ആ ആധാരത്തിലുള്ള ആളുടെ പേരും കൊണ്ടുവന്ന് ഇവിടെ രസീറ്റ് എഴുതി, ഒരു പൂജയുണ്ട്, രാവിലെ 7 മണിക്കാണ് പൂജ. ആ പൂജയ്ക്ക് കൊടുത്താൽ മൂന്നാമത്തെ പൂജ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വസ്തുവോ വീടോ തീർച്ചയായിട്ടും വിൽക്കുന്നതാണ്. അത്രയ്ക്ക് വളരെ ശക്തിയേറിയ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു അമ്പലമാണ് ഈ വരാഹി ക്ഷേത്രം. ശ്രീവരാഹം ജംഗ്ഷൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം. ശ്രീവരാഹം എന്ന പേര് വന്നതും ഈ ക്ഷേത്രം ഉള്ളത് കൊണ്ടാണ്. അടുത്തായിട്ട് ഒരു ഹനുമാൻ ക്ഷേത്രവും അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടും വസ്തുവും വിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, വിൽക്കാതെ കിടക്കുന്നെങ്കിൽ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് അതിൻ്റെ അനുഭവം അനുഭവിച്ചറിയൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് അപേക്ഷിക്കുന്നത്. എം ടെക് വിഷൻ. ഓക്കെ.